ഹലോ. ഇന്ന് ഒരു മസാല തയ്യാറാക്കിക്കൊണ്ട് നമുക്ക് 3 പാചകം ഒരേ സമയം ചെയ്യുന്ന ഒരെണ്ണം കാണിച്ചു തരാം. നിങ്ങളത് കണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കണേ. നല്ലതാണ്. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. ഒരു മസാല കൊണ്ട് നമുക്ക് രാവിലത്തേക്കുള്ള മുട്ടക്കറിയും അതോടൊപ്പം തന്നെ ഒരു മീൻ കറിയും മീൻ വറുത്ത് എടുക്കുന്നതാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള മീൻ വറുത്തെടുക്കുന്ന രീതിയുമാണ്. രാവിലെ നല്ല കൊഴുത്ത മുട്ടക്കറിയാകുമ്പോൾ കുട്ടികളൊക്കെ അങ്ങ് കഴിച്ചോളും. അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടെ ഒരേ ഒരു മസാലയെ ഉണ്ടാക്കുന്നുള്ളൂ. ഇതാണ് ഇന്നത്തെ സ്പെഷ്യലായിട്ട് പറയാനുള്ളത്. ഒരു മസാല ഉണ്ടാക്കിയിട്ട് 3 പാചകം. അതിൽ ഇത് മൂന്നാമത്തതാണ്. മീൻ ഒരു ഷാലോ ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന രീതി ഒന്ന് കണ്ടു നോക്കണേ. ഇത് ഐക്കൂറ അല്ലെങ്കിൽ വരിമീൻ എന്ന് പറയും. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണോ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതുപോലെ ഇതിന് ഓൾമോസ്റ്റ് എത്ര രൂപ കൊടുത്താൽ കിട്ടുമെന്നുള്ളത് നിങ്ങളൊന്ന് ഗസ് ചെയ്യുക. ഏറ്റവും നല്ല ആൻസർ പറയുന്ന ആളിന്, കറക്റ്റ് ആൻസർ പറയുന്ന ആളിനൊരു പ്രസൻറ്റേഷൻ കൊടുക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ അത് അനൗൺസ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ. വെട്ടി വൃത്തിയാക്കി ഇത് കറിക്കായിട്ടെടുത്താണ്. അതുപോലെ വറുക്കുന്നതിനായിട്ട് കുറച്ച് വേറെ വട്ടത്തിലരിഞ്ഞാണ് നമ്മൾ എടുക്കുന്നത്. അത് വറുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു 3 സവാള ഉള്ളി, ഒരു 3 തക്കാളി, കുറച്ച് വെളുത്തുള്ളി അല്ലി, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ നമ്മളൊന്ന് നന്നായിട്ട് അരിഞ്ഞെടുക്കുക. ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ട് 2 സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അത് തന്നെ വളരെ കുറഞ്ഞ എണ്ണ മാത്രമേ യൂസ് ചെയ്യൂ. 3 പാചകത്തിനും കൂടെ ആകെ ചേർക്കുന്നതാണ് ഈ 2 സ്പൂൺ വെളിച്ചെണ്ണ. അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 1/2 സ്പൂൺ കടുകിട്ടു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ സാധനങ്ങളും ഒന്നൊന്നായി ഇടണ്ട, എല്ലാം കൂടെ ഒന്നിച്ചങ്ങനെ ഇട്ടിട്ട് ഒന്ന് കുക്കാവാൻ വയ്ക്കുക. അപ്പോൾ അരിഞ്ഞതിനകത്ത് കുറച്ച് നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട്. കുറച്ച് ഉള്ളിയും അതോടൊപ്പം തക്കാളി, ഇഞ്ചി, പച്ചമുളക്, ഇതെല്ലാം വേറെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ആ വറുക്കുമ്പോൾ നമുക്ക് തൂവാനുള്ളതാണ്. പച്ചക്കറിയെല്ലാം ഒന്ന് കുക്കായി വന്നു. അതിനകത്തേക്ക് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടിയാൽ കഴിക്കും. അതുകൊണ്ട് അത്രയും മതി. ഇത് പെരിഞ്ചീരകമാണ് 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മഞ്ഞൾ, 1/2 സ്പൂൺ മഞ്ഞൾ, പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഇതെല്ലാം കൂട്ടിട്ടിട്ട്, മുളക് പൊടിയുടെ അളവും മല്ലിപ്പൊടി എല്ലാത്തിൻ്റെ അളവും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങൾ നോക്കി ചെയ്താൽ മതി. ഇത് ആ വെന്ത സാധനം നല്ലപോലെ വഴറ്റിയെടുത്തത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നേ അരച്ച് പേസ്റ്റാക്കി എടുക്കുക. നല്ലപോലെ പേസ്റ്റ് ആവണം. എന്നിട്ട് അത് 3 ഡിവൈഡ് ചെയ്ത് നമ്മൾ 2 പാത്രത്തിലെടുത്ത് വെച്ചിട്ട് ബാലൻസ് മിക്സിയിൽ തങ്ങിയ മറ്റുള്ള എല്ലാം കൂടെ എടുത്തിട്ട് ഒരു പാചകത്തിനായിട്ടെടുക്കും. 2 സ്പൂൺ വീതം, 2 സ്പൂണല്ല 2 തവി നിറച്ചിട്ട് 2 പാത്രത്തിലേക്ക്, ഒന്ന് മുട്ടക്കറിക്കായിട്ടും ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മീൻ വറുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഈ പേസ്റ്റ് ഉപയോഗിച്ച് വേറൊരു പാചകം കൂടെ നടത്തുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഒന്ന് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബാക്കി അരപ്പ് നമ്മൾ മീൻകറി വയ്ക്കാനായിട്ട് ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ആവശ്യമായ പുളിയും അതോടൊപ്പം തന്നെ ഉപ്പ്, കറിവേപ്പില ഇവയെല്ലാം ചേർത്ത്
നന്നായി തിളച്ച് കുറുകി വരുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പുളിയും ഇട്ട് കൊടുത്ത് ഉപ്പിട്ട് കൊടുത്ത്, ഉപ്പ് കൂടരുത്, വേണമെങ്കിൽ നമുക്ക് പിന്നെയും ചേർക്കാം. ഒരു കണക്കിനുള്ളത് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറി ഒന്ന് തിളച്ച് കുറുകി വന്നപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചേ എടുത്തുള്ളൂ, എല്ലാം ഒന്നും എടുക്കുന്നില്ല. ഇവിടെ ആൾ കുറവായതുകൊണ്ട് അതിന് കണക്കാക്കി മാത്രമുള്ള എടുത്തുള്ളൂ. അതുകൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് അനക്കിയിട്ട് ഒരു അടപ്പിട്ട് മൂടി ഒരു 10-15 മിനിറ്റ് വേകുമ്പോൾ തന്നെ പാചകം റെഡിയായിട്ടുണ്ടാവും. ഇനി വറുക്കാനായിട്ട് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, ഉലുവപ്പൊടി, കുറച്ച് ഉപ്പും, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. മീൻ വറുക്കുന്ന പരുവത്തിൽ. എന്നിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് ആ മസാല ഒന്ന് തേച്ച് 2 ഭാഗത്തും തേച്ച് കൊടുക്കുക. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടക്കറി വയ്ക്കുന്നതിനായിട്ടൊരു പാത്രത്തിലേക്ക് നമ്മളൊരു ഭാഗം എടുത്ത് വെച്ചില്ല, 3ആക്കി വെച്ചതിൽ ഒരു ഭാഗം മസാല അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ആവശ്യമായ വെള്ളവും ഒഴിച്ച് നന്നായി കുറുകി വരുമ്പം അതിലേക്ക് നമ്മൾ പുഴുങ്ങി വച്ചിരിക്കുന്ന മുട്ട മുറിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കണം. അപ്പോൾ രാവിലത്തേക്കുള്ള മുട്ടക്കറി എളുപ്പത്തിൽ ശരിയായി, മീൻ കറിയായി. അതുപോലെ തന്നെ ഇനി മീൻ വറുത്തിട്ട് ഒരു ഷാലോ ഫ്രൈയേ ചെയ്യൂ, അല്ല കൂടുതലായിട്ടിട്ട് പൊരിക്കത്തൊന്നുമില്ല. ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് മീൻ്റെയൊക്കെ മണം കേട്ടിട്ട് ദേ വന്ന് നിൽക്കുകയാണ് കുറിഞ്ഞി. മണം കേട്ട് സഹിക്കാൻ വയ്യാതെ. പച്ചമീനിൻ്റെ മണം കേട്ടാൽ എവിടെ നിന്നാലും ഓടി ഇങ്ങെത്തിക്കോളും. ഇനി അടുത്തത് ആ മീൻ നമുക്കൊന്ന് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. കൂടുതലായിട്ട് ഇട്ട് മുരിക്കത്തൊന്നുമില്ല. കുറഞ്ഞ രീതിയിൽ ഒന്ന് 2 വശവും തിരിച്ച് ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ട് വാഴയില വെച്ച് ആദ്യം ഒരു ഇച്ചിരി എണ്ണ വാഴയിലയിൽ തൂവിയിട്ട് അരിഞ്ഞു വെച്ച ബാക്കി ഉള്ളി ഉണ്ടല്ലോ, സവാള, ഉള്ളിയും തക്കാളി, ഇതെല്ലാം അതിൻ്റെ താഴെ ഇങ്ങനെ വിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതിങ്ങനെ തൂകി പരത്തി വെച്ച് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ആ ഓരോ പീസും എടുത്ത് നിരത്തി ഒരു വശം ഇവിടെയും അടുത്ത വശത്തേക്ക് വീണ്ടും നമ്മൾ ഈ പേസ്റ്റ് തൂകിയിട്ട് കൊടുക്കുന്നുണ്ട്.
അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ ആ ഓരോ പീസും ഉണ്ടോ, ഒരുപാട് മുരിഞ്ഞില്ല, ഒരു ഷാലോ ഫ്രൈ ആയുള്ള 4 പീസും എടുത്ത് വയ്ക്കുക. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ എടുത്ത് വെച്ച അരപ്പിൻ്റെ ബാലൻസ് തൂവിക്കൊടുക്കുക. അതിന് മുകളിലായിട്ട് തക്കാളി അരിഞ്ഞത്, സവാള അരിഞ്ഞത്, ഇഞ്ചി, അതുപോലെ നാരങ്ങ നീരും ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഓയിലൊന്നും അധികം വേണ്ടാത്ത പാചകമാണ്. വറുത്തത് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. എന്നിട്ട് ആ പുറത്തെ ഒരു ഇലയും കൂടെ ഇട്ട് മൂടി അടച്ചു വെച്ച് ഒരു 10-15 മിനിറ്റ് തിരിച്ചും പിരിച്ചിട്ടൊന്ന് മുരിച്ചെടുക്കുക. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണേ. നല്ല ടേസ്റ്റാണത്, നമുക്ക് എളുപ്പവുമാണ്. മസാല ഉണ്ടാക്കുന്ന ഒരു ഇച്ചിരി ജോലിയേ ഉള്ളൂ. ഇഞ്ചി തൂക്കിക്കൊടുക്കുന്ന ഇഞ്ചി, തക്കാളി, സവാള അരിഞ്ഞത്, അല്ല കറിവേപ്പില, മല്ലിയില, നാരങ്ങ നീര്, ഇതെല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒന്നിച്ചിതൊന്ന് വെന്ത് വരുമ്പോൾ നല്ല മണവുമാണ്, കഴിക്കാനും ഇഷ്ടവുമായിരിക്കും. കുട്ടികൾക്കും കൊടുക്കാം. അതുപോലെ ഓയിലൊന്നും കൂടുതൽ കഴിച്ചുകൂടാത്തവരുണ്ടെങ്കിലും അവർക്കും കുഴപ്പമില്ല. അതിന് മാത്രം ഓയിലും ഇല്ല, ഒരുപാട് മൊരിയിക്കുന്നുമില്ല. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നിത്രയേ ഉള്ളൂ. നിങ്ങൾ കണ്ടിതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ.